അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ ഞാൻ സേവിക്കുന്ന ദൈവം. പ്രവാചകനായ ഏലിയാവ് ആഹാബ് രാജാവിനോട് പറയുന്ന കാര്യമാണ്. എൻ്റെ ദൈവം ആരാണ്? ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തെക്കുറിച്ച് പ്രവാചകന്റെ ഉള്ളിലുള്ള ആ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത രാജാവ് തിരിച്ചറിയേണ്ടതിന് ഞാൻ വേറെ ആരെയല്ലേ സേവിക്കുന്നത്, ഞാൻ സേവിക്കുന്ന ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ള വലിയ ഉറപ്പോടുകൂടെയാണ് പ്രവാചകൻ അങ്ങനെ പറയാൻ ഇടവന്നത്. കാരണം പ്രവാചകന്റെ പ്രാർത്ഥനയിൽ ദൈവം സ്വർഗം തുറക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുന്നതും മഴമേഘങ്ങളെ ഇല്ലാതെയാക്കുന്നതും മഴമേഘങ്ങളെ വരുത്തുന്നതും ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയാൻ ഇടവരുന്നത്. ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ 3 യുവാക്കന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം. കണ്ടോ, അവിടെ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയാൻ ഇടവരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്ന് ഉറപ്പോടുകൂടെ പറയണം. വെള്ളത്തിന് മീതെ നടന്നു പോകുമ്പോൾ ഒരു ഭൂതമാണെന്ന് കരുതി തിരിച്ചറിഞ്ഞ് യോഹന്നാൻ പറഞ്ഞു, കൂടെയുണ്ടായിരുന്ന ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ, കർത്താവെ ഞാനും കൂടി നിന്റെ കൂടെ വന്നോട്ടെ. കർത്താവാണെന്നുള്ള അറിവ്, കർത്താവ് നടക്കുന്നത് പോലെ തന്നെ നടത്താൻ കഴിയുന്നവനാണെന്നുള്ള തിരിച്ചറിവാണ് പത്രോസിനെയും വെള്ളത്തിന്റെ മീതെ നടത്തിയത്. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം, കർത്താവ് എങ്ങനെ നടന്നുവോ അതുപോലെ നമ്മെ നടത്താൻ കഴിയുന്ന ദൈവമാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയും അതുപോലെയായിരുന്നു. ദൈവം ഏലിയാവിനെ പോറ്റിയ ദൈവമാണ്, പോറ്റി പുലർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ഏലിയാവിന്റെ പ്രാർത്ഥന മറ്റാരുടെ അടുക്കിലേക്ക് കടന്നു പോകാതെ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഞാൻ പറയാം, ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ദൈവം കർത്താവായ യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് എൻ്റെയും നിന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, കാരണം കർത്തൃത്വം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി രക്ഷകനായി വന്നവനാണ്, നമ്മെ രക്ഷിച്ചവനാണ്. അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ആ നമ്മുടെ പാപങ്ങളെ വഹിച്ച് നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്ത് പിതാവിന്റെ അടുക്കൽ കടന്നു ചെന്നതും, നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകരുത്, എന്നിൽ വിശ്വസിക്കുന്ന ഒരാളും നശിക്കരുത്. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എന്നെ കരുതുന്ന ദൈവമാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഇടയനായ എൻ്റെ ദൈവമേ എന്ന് ദാവീദ് പറയുക. എന്നെ നയിക്കുന്ന എൻ്റെ ഇടയനാണ് എൻ്റെ കർത്താവ്. പൗലോസ് പറയാൻ ഇടവന്നു, എൻ്റെ ഇടയനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവമേ എന്ന് പൗലോസ് പറയുക ചെയ്യുന്നത്. നമുക്ക് പറയാൻ കഴിയണം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന ഉറപ്പ് നമുക്ക് വേണം. നമ്മുടെ ഹൃദയം ഒന്നൊരുക്കാൻ നമുക്ക്. എൻ്റെ ദൈവം എന്നെ നടത്താൻ കഴിയുന്ന ദൈവമാണ്, എൻ്റെ മക്കളെ നടത്താൻ കഴിയുന്ന ദൈവമാണ്, എൻ്റെ കുടുംബത്തെ നടത്താൻ കഴിയുന്ന ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ ഭവനത്തിലുള്ളവരെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം എനിക്കൊന്നിനും കുറവ് വരുത്താതെ എന്നെ അവന്റെ കരങ്ങളിൽ വഹിച്ച് എന്നെ നയിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നീ താഴ്മയായിട്ടിരിക്കുവേ. നമ്മൾ നമ്മുടെ ദൈവത്തെ ഉയർത്താൻ കഴിയണം, നമ്മുടെ കർത്താവിനെ ഉയർത്താൻ കഴിയണം. ആകാശവും ഭൂമിയും ഈ ചരാചരങ്ങളും ഈ അഖിലാണ്ടം മുഴുവൻ ഉരുവാക്കിയ ഒരു കർത്താവ് നമുക്ക് മധ്യേ കടന്നു വന്നിരിക്കെ
അവനെ നമുക്ക് ആരാധിക്കാൻ കഴിയണം. അവനെ മാത്രമേ നമ്മൾക്ക് ഉയർത്താൻ പാടുള്ളൂ. അവന്റെ മഹത്വം നമ്മുടെ എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. ഈ വചന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഈ വചനം കേട്ട നമ്മുടെ മേലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി ക്രിയ ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.